K2S1S3 സപ്ലിക്കായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എം സിഗ്മ ഗൂഗിളും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഇനി അറിയാത്തവർക്ക് ഇതാ സന്തോഷ വാർത്ത. 2024 സ്കീം S1ന്റെ S3യുടെ സപ്ലിമെന്ററി പെട്ടെന്ന് ഇനി വന്നിരിക്കുകയാണ്. ഒരു തവണ നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പഠിച്ചിട്ട് ഫെയിൽ ആയതാണ്. ഇനിയും നമുക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റുകയില്ല. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നു. ഞാൻ ശരിക്കും തമാശ പറയുന്നല്ല, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടാണ് ഗ്രാഫിക്സിനകത്ത് ഓൾമോസ്റ്റ് 75% ആൾക്കാർക്കും ഗ്രാഫിക്സ് സപ്ലിമെന്ററി ഉണ്ട്. നമ്മുടെ രഞ്ജൻ സാറിന്റെ ക്ലാസ് ഞാൻ പേരെടുത്ത് പറയാൻ കാരണമുണ്ട്. ദാ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. രഞ്ജൻ സാറിനെ അറിയത്തില്ലെങ്കിൽ സാറ് പഠിപ്പിച്ച കുട്ടികൾ ഇതിനകത്ത് കമന്റ് ഇടും. രഞ്ജൻ സാറിന്റെ ഗ്രാഫിക്സ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ആ ക്ലാസ്സിനോട് അല്ല അതിനടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു ക്ലാസ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണേ ഫീസ് തന്നിട്ട് നിങ്ങളെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. അത്രമാത്രമുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്. ഗ്രാഫിക്സ് മാത്രമല്ല കേട്ടോ, S1ലെ എല്ലാ സബ്ജക്റ്റും S3ലെ എല്ലാ സബ്ജക്റ്റും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇന്നും എഞ്ചിനീയറിങ്ങിനെ പേടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ S1ൽ ഒരു സപ്ലൈ ആയി കാണും, S3ൽ അടുത്ത സപ്ലൈ ആയി കാണും. നിങ്ങൾക്ക് തന്നെ അറിയാം S2 S4ന്റെ ഒരു റെഗുലർ പരീക്ഷ ഇപ്പൊ എഴുതി കഴിഞ്ഞുള്ളൂ. ദാണ്ട് വരുന്ന സപ്ലിമെന്ററി. ഇനി S5 S6 ആകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. S2 S4 S6 റെഗുലർ എഴുതണം. അതിന്റെ കൂടെ തന്നെ വരും S1 S3 S5 സപ്ലൈ. ഈ ഒരു സമയത്താണ് പിള്ളേരെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേടിച്ചിട്ട് പലയിടത്തും പോകുന്നത്. കുട്ടികൾക്ക് പേടിയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ. എന്നാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ബിടെക് എം സിഗ്മ ഗൂഗിളും നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കും. എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാണല്ലോ എഞ്ചിനീയറിംഗ് വളരെ സിമ്പിൾ ആണ്. അതുകൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും പല രീതിയിലും പഠിച്ചിട്ട് ഫെയിൽ ആയിട്ട് വന്നാണല്ലോ. ഇനി എം സിഗ്മ ഗൂഗിളത്തിന്റെ ക്ലാസ് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ഫെയിൽ ആയെന്നും എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതെന്നും. എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊരു സപ്ലി രഹിത KTU ആണ് നമ്മുടെ ലക്ഷ്യം. ഒരു കുട്ടിക്ക് പോലും സപ്ലിമെന്ററി പാടില്ല. അത് എം സിഗ്മ ഗോകുലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്കിനി ലൈവ് ക്ലാസ്സസ് വേണോ റെക്കോർഡ് ക്ലാസ് വേണോ, നിങ്ങളുടെ ആപ്പിനകത്ത് കയറി കഴിയുമ്പോൾ 2 സെഷൻ ഉണ്ട്. 2 സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് ആയിട്ടുള്ള മൊഡ്യൂൾ വൈസ് പോർഷൻ വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പോർഷനും 100ൽ 100 മാർക്ക് മേടിക്കാം. ഇനി എക്സാമിനേഷൻ നമുക്ക് സമയം കുറവാണ്, നമുക്കറിയാം. അവിടെ ലൈവിന്റെ ടാബ് സെക്ഷനിൽ നിങ്ങൾ പോയി നോക്കുക. ലൈവിനകത്ത് വളരെ ക്രിസ്പായിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ വേണോ, പ്രീവിയസ് ഇയർ സൊല്യൂഷൻ വേണോ എന്ന് വേണ്ട, നിങ്ങൾക്ക് ബിടെക് പാസ്സാകാനായിട്ടുള്ള എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഈ റീസോഴ്സിനെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല. കാരണം ഒരു കാര്യം പറയാണ്, നമ്മൾ പഠിപ്പിച്ചേക്കുന്ന സബ്ജക്റ്റ് ആ ക്ലാസ്സസ് അതേപടി അങ്ങോട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്കപ്പം മനസ്സിലാവും എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. പിന്നെ സാറന്മാര് ക്ലാസ് അങ്ങോട്ട് എടുത്തു തുടങ്ങുമ്പോഴത്തേന് നോക്കണം, ഒരു ബ്ലാങ്ക് ബോർഡിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങും. ഓരോ മൊഡ്യൂളും കഴിയുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും എഞ്ചിനീയറിംഗ് എന്താണെന്ന്. ഞാൻ ചുമ്മാ ഇരുന്ന് തള്ളുന്നതല്ല കേട്ടോ. ഇന്ത്യയിലെ ഗേറ്റിൽ 5ാം റാങ്ക്, ഓൾ ഇന്ത്യയിലെ ബെസ്റ്റ് 5 ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ ഇന്ന് എം സിഗ്മ ഗൂഗിളും ഉണ്ട്. 2024 ഗേറ്റിൽ 5ാം റാങ്ക്, അടുത്ത 25ൽ 5ാം റാങ്ക്, ലാസ്റ്റ് ഇയറിലെ 15ാം റാങ്ക് ഉൾപ്പെടെ 100ൽ 26 റാങ്ക്. ശരിക്കും ഇന്ത്യയിലെ വമ്പൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് മത്സരിച്ച് ഇന്ന് നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എം സിഗ്മ ഗൂഗിളും അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ റാങ്ക് ഉണ്ടാക്കിയത് കേരളത്തിലെ നിങ്ങളെപ്പോലുള്ള സാധാരണ കുട്ടികളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ഇന്ന് എം സിഗ്മ ഗോകുലത്തിന്റെ പേരുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ IIT NIT കാരെയും കൊണ്ട് റാങ്ക് ഉണ്ടാക്കുമ്പോഴത്തേന് ഈ എം സിഗ്മ ഗോകുലത്തിന് റാങ്ക് തന്ന നിങ്ങളാണ്. നിങ്ങളിൽ ശരിക്കും ഒരു 5% ആൾക്കാരാണ് ആ കോൺഫിഡൻസ് കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കണമെന്നറിയില്ല. കണ്ട PPT നോക്കി കാണാതെ പഠിച്ചിട്ടും PDF കാണാതെ പഠിച്ചിട്ടും എഞ്ചിനീയറിംഗ് ഫെയിലാവും. S1ൽ ഒരു സപ്ലി, S3ൽ അടുത്ത സപ്ലി, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് S6ൽ എത്തുമ്പോഴത്തേന് ദൈവമേ എനിക്ക് സപ്ലിമെന്ററി എല്ലാം ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതിയെന്നാവും. അങ്ങനല്ല,
പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഗേറ്റിന് 5ാം റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികളാണ് എം സിഗ്മ ഗോകുലത്തിനെ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എടുത്തേക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർ ആകാൻ പറ്റും. പക്ഷെ അതറിയാതെ ഈ പറയുന്ന ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ബിടെക്കിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടോ? ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി അടുത്തടുത്തേക്ക് പോകുന്നു. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉപയോഗിച്ചുകൊണ്ട് 1.5 ലക്ഷം രൂപ പോയിട്ട് എന്തോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെ ജോലി ചെയ്യുന്നറിയാവോ? ഒന്നെങ്കിൽ കാനഡയിലുള്ള കെയർ ഹോമിലോ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് ഏതെങ്കിലും പെട്രോൾ പമ്പിലോ ഉള്ളത്. സത്യത്തിൽ ഇവരൊക്കെ എത്ര പൊട്ടൻഷ്യൽ ഉള്ളതെന്നറിയാവോ? പഠിക്കേണ്ട സമയത്ത് അവർക്ക് വേണ്ട റിസോഴ്സസ് കിട്ടാതിരുന്നിട്ടാണ്. എം സിഗ്മ ഗോകുലം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. അത് സപ്ലിമെന്ററിക്കാക്കി നിങ്ങൾ ഇത്തവണ മറ്റു പലയിടത്തും പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഓരോ ക്ലാസ്സും മുന്നോട്ട് പോകുന്നിടത്തും ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്, രഞ്ജൻ സാറിൻ്റെ ഒക്കെ 2ാമത്തെ മൊഡ്യൂൾ എത്തുമ്പോഴത്തേണ്ടല്ലോ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിലും ഒന്ന് വിചാരിക്കും. ഇത് തമാശ പറയുന്നതല്ല, അത്ര ബെസ്റ്റ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഒരുപാട് പേര് ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് ക്ലാസ് കാണേണ്ടതിന്റെ ഡൗട്ട് എല്ലാം ഒന്ന് മാറാൻ വേണ്ടി പറയുകയാണ്. ശരിക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എം സിഗ്മ ഗോകുലത്തിന്റെ ആപ്പ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ learn.msigma-gokulam ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. learn.msigma-gokulത്തിൽ കയറിയ ഞങ്ങളുടെ വെബ് ആപ്പിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് എം സിഗ്മ ഗോകുലം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ നമ്പറും OTP എല്ലാം അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 to Infinity എന്ന് പറയുന്ന ഒരു കോഴ്സ് കാണാൻ പറ്റും. ബിടെക്, ISR, UPSC എല്ലാം കാണും. അതിനകത്ത് 0 to Infinity സെലക്ട് ചെയ്യുക. 0 to Infinity സെലക്ട് ചെയ്തുമ്പം അത് 50,000ന്റെ കോഴ്സാണ്. ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 1 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കൂപ്പൺ കോഡിന്റെ. അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കോളും. ഇനി നിങ്ങൾ അകത്ത് കൂപ്പൺ കോഡ് അടിച്ച് കയറി കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഗേറ്റ്, ISR കോച്ചിങ്, പിന്നെന്താണ് പറയുന്നത്, IV, ഇന്റേൺഷിപ്പ്, അങ്ങനെ ഒരുപാട് ക്യാമ്പസ് പ്ലേസ്മെന്റ് ട്രെയിനിങ് എല്ലാം കാണും. ഇതിലൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് സപ്ലിമെന്ററി മാത്രമാണ് വേണ്ടത്. അതിൽ ബിടെക് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബിടെക് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു ഇയർ സെലക്ട് ചെയ്യാണ്ട്, ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ബിടെക് കാണുമോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ S1ന്റെ S2യിലുള്ള എല്ലാ സബ്ജക്റ്റും അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇനി S4 ആയിട്ടാണ് കയറുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിൽ കയറി കഴിഞ്ഞാൽ അവിടെ S4, S3യുടെ സബ്ജക്റ്റും ഫസ്റ്റ് ഇയറിനകത്ത് S1ന്റെ S2ന്റെ സബ്ജക്റ്റും എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേന് നിങ്ങൾ അൺലോക്ക് അടിക്കുക. നിങ്ങൾക്ക് ആ സബ്ജക്റ്റുകൾ ഓരോ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. എക്സാമിൻ്റെ തലേന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആ ലൈവ് സെഷനിലുള്ള ക്ലാസ് കാണുമായിരിക്കും നല്ലത്. അതിൽ വളരെ ക്രിസ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മസ്റ്റായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് സൊല്യൂഷൻസ് കാണുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എം സിഗ്മ ഗോകുലം ഒരു മിഷനായിട്ടാണ് എടുത്തേക്കുന്നത്. ബിടെക് പാടാണെന്ന് പറഞ്ഞിട്ട്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇനിയും കാണരുത്. കുട്ടികൾക്ക് പറയാൻ സാധിക്കണം, ഇത്രയും ഉള്ളോ ബിടെക് പഠനം, അല്ലെങ്കിൽ പഠിക്കുമ്പം ശരിയായ എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാകണം. എല്ലാ സബ്ജക്റ്റും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുക ഇത്രയുള്ളൂ എഞ്ചിനീയറിംഗ് എന്ന്. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാകാതെ പല ക്രെഡിറ്റ് ട്രാൻസ്ഫറിലേക്കും പോകലുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇനി കേരളത്തിൽ നടക്കാൻ പാടില്ല. ഇന്ത്യയിലെ ടോപ്പ് 5 ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എം സിഗ്മ ഗോകുലം എടുത്തത് ഈ കേരളത്തിലെ കുട്ടികളാണ്. അത്ര കഴിവുള്ളവരാണ്. IIT, NIT-കാരോടും മത്സരിക്കാനുള്ള കെൽപ്പും കഴിവും നിങ്ങൾക്കുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ശരിക്കും ഞാൻ തുറന്നു പറയാനാണെങ്കിൽ, നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഗേറ്റിന് ഒരു തവണയെങ്കിലും 1000-ൽ താഴെ റാങ്ക് കിട്ടിയ ഒരു ടീച്ചർക്കാണ് സബ്ജക്റ്റ് നല്ലപോലെ പറയുന്നത്. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ 150ഓളം കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഈ 1000-ൽ താഴെ ഗേറ്റ് റാങ്ക് കിട്ടിയവരെ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്ന് കാണാൻ പറ്റുമോ? അത്ര ദയനീയമാണ് നമ്മുടെ എഞ്ചിനീയറിംഗ്. കുട്ടികൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വെച്ച് വെളിയിലോട്ട് പോകുന്നുണ്ട്. അത് കുട്ടികളുടെ പ്രശ്നമല്ല.
പഠിക്കേണ്ട രീതിയിൽ ആരും മനസ്സിലാക്കുന്നില്ല. ആ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. PPT കാണാതെ പഠിപ്പിക്കലല്ല എഞ്ചിനീയറിംഗ്. എല്ലാ എഞ്ചിനീയറിംഗും പഠിച്ചു കഴിഞ്ഞിട്ട് ജനറേറ്റർ നേരിട്ട് കാണുമ്പോഴത്തേന് ഇതെന്താ സാധനം ചോദിക്കുന്ന അല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും അറിയാതാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേടിച്ചിട്ട് സെമസ്റ്ററിന് ലക്ഷക്കണക്കിന് പൈസയ്ക്ക് പോയിട്ട് വെളിയിൽ പഠിക്കുന്നത്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ 5 റാങ്കിൽ ഇന്ന് എം സിഗ്മ ഗോകുലം നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എൻ്റെ പിള്ളേരാണ് എം സിഗ്മ ഗോകുലത്തിനെ ഇത്ര ലെവലിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഏത് കുട്ടിക്കാണേലും എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ടുള്ള എല്ലാ സഹായവും എം സിഗ്മ ഗോകുലം ചെയ്തിരിക്കും. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലിമെന്ററി ചാൻസ്, നിങ്ങൾ വിചാരിക്കരുത് എഞ്ചിനീയറിംഗ് മൊത്തം ഒന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണെന്ന്. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പൊ തന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ദയനീയമായിട്ട് വിഷമകരമായിട്ട് ഞാൻ കേൾക്കുന്ന കാര്യമുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റുകയില്ല, കാരണം S2 S4 എക്സാമിനേഷൻ ഒന്നും കഴിഞ്ഞേ ഉള്ളൂ, ഇതാ വരുന്ന S1 S3 എക്സാം, ഇനി ഞാൻ S6 ആകുമ്പോഴത്തേന് ഈ 6 സെമസ്റ്റർ കൂടി എങ്ങനെ ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന്. ആ കുട്ടികൾ ഒരിക്കലും, കഴിവുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗിന്റെ തെറ്റായ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ പഠിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലായിരിക്കും. ആ തെറ്റായ സ്ഥലങ്ങളിൽ പഠിച്ചിട്ട് അവർ അറിഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ ഇതാണ് എഞ്ചിനീയറിംഗ് എന്ന്. അങ്ങനെ കേരളത്തിൽ ഒരു കുട്ടികൾ പോലും പോകരുത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ സപ്ലിമെന്ററി ഫ്രീ ആയിട്ട് തരുമെന്നറിഞ്ഞിട്ട് കമ്മ്യൂണിറ്റികളെല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ഷീറ്റിൽ ഒരുപാട് കുട്ടികൾ, ഇത്രയും കുട്ടികൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് ഫെയിലായിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്ക് നിങ്ങളെ നല്ല പഠിപ്പിച്ച് പാസ്സാക്കി എടുക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. നിങ്ങൾ പല രീതിയിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഗൂഗിൾ ഷീറ്റിൽ ഫില്ല് ചെയ്തു, അല്ലാതെ നിങ്ങൾ ആപ്പിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരുപാട് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഇടുന്നുണ്ട്. ഫുള്ളായിട്ടുണ്ടെങ്കിൽ അടുത്ത കമ്മ്യൂണിറ്റി കയറുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാ സാഹുമാരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ഈ സാഹന്മാര് നിങ്ങൾക്ക് വേണ്ടി വന്നിരുന്നിട്ട് എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, 2 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കണം, 3 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കണം, സബ്ജക്റ്റുകൾ ഇന്ന പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം, എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങളുടെ കൂടെ കമ്മ്യൂണിറ്റിയിൽ ഈ ടീച്ചേഴ്സ് കാണും. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെങ്കിലുമൊക്കെ ഈ കമ്മ്യൂണിറ്റി കണ്ടുപിടിച്ചിട്ട്, ഇനിയിപ്പം ഈ വീഡിയോ കാണുന്നവർ പേടിക്കേണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും ഈ കമ്മ്യൂണിറ്റി കാണും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു സപ്ലി രഹിത KTU സപ്ലിമെന്ററി എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ S1 S3 കൂടിയിട്ട് തുടച്ചു നീക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കുത്തിയിരുന്ന് പഠിക്കാനല്ല, ക്യാമ്പസ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ്. ആ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സപ്ലിമെന്ററി വന്നെന്നിരിക്കാം, പക്ഷെ അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് പോയാൽ നമുക്കത് പ്രശ്നമില്ല. ക്യുമുലേറ്റീവായിട്ട് പോകുന്നതാണ് പ്രശ്നം. ഈ S1 S3 നിങ്ങളുടെ എല്ലാ സപ്ലിമെന്ററിയും എം സിഗ്മ ഗോകുലം ക്ലിയർ ചെയ്തിരിക്കും. S5 എത്തിക്കഴിയുമ്പോൾ ഒരു ഫ്രഷ് നിങ്ങളാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, കാരണം അങ്ങനെ സപ്ലിമെന്ററി ഇല്ലേ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. 0 to Infinity ഈ പച്ചർ ബ്രേക്കിന് ക്യാമ്പസ് പ്ലേസ്മെന്റ് ട്രെയിനിങ് തുടങ്ങുവാണ്. അല്ലെങ്കിൽ 122 കമ്പനികളുമായി ഞങ്ങൾ ചെയ്ത MOU ഉണ്ട് AI കോഴ്സിന് വേണ്ടിയിട്ട്. കാരണം ആ കമ്പനികളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള AI കോഴ്സ് സച്ച് ദാറ്റ് ഇവര് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ആ കമ്പനിയുടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ യോഗ്യരാകും. ആ AI കോഴ്സ് നമ്മൾ ഈ പറയുന്ന സെമസ്റ്റർ ബ്രേക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ക്ലാസ്സുകളിലേക്കൊന്നും കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. ക്യുമുലേറ്റീവായിട്ട് സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് പേര് S1 S3 സപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിനെ പറ്റി, എങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ഒരു ഗേറ്റ് കോച്ചിങ്ങിനെ പറ്റി, എങ്ങനെ ചിന്തിക്കാൻ പറ്റിയ അവരുടെ കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ച്. 2024 ഗേറ്റ് നേടിയ ആള് ഇന്ന് 1.25 കോടിക്ക് സാലറിയിലാണ്. IIT മദ്രാസിലെ VLSI കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് കോഴ്സാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളുള്ളതിൽ 16 പേർക്ക് മാത്രമാണ് IIT മദ്രാസിലെ VLSI സീറ്റ് ഉള്ളത്.
കഴിഞ്ഞ 3 വർഷമായിട്ട് ആ 16-ലെ 4 സീറ്റ് എം സിഗ്മ ഗോകുലത്തിലാണ്. കേരളത്തിലെ നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അത്രയും കേപ്പബിലിറ്റി ഉള്ളവരാണ്. കിട്ടുന്ന തെറ്റായ ക്ലാസ്സുകൾ, എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ ശരിക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വഴിതെറ്റി പോവുകയാണ്. ആ വഴിതെറ്റി പോലിൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ VLSI പഠിച്ചിറങ്ങുമ്പോൾ 60 ലക്ഷം 70 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉള്ള ജോബാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, മാസം 8 ലക്ഷം 10 ലക്ഷം ഉള്ള ജോബുകൾ. അങ്ങനെയുള്ള ജോബുകളിലേക്ക് പോകണമെങ്കിൽ എഞ്ചിനീയറിങ് ഈസി ആയിട്ട് തോന്നണം. ഈ ആൾക്കാർ പറയുന്നോട്ട് എഞ്ചിനീയറിങ് സപ്ലിമെന്ററിയുടെ കോഴ്സ് അല്ല. പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിങ് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകുന്നത് കൊണ്ടുമാണ് ഈ പറഞ്ഞ ഒരു വലിയ ദുരന്ത പ്രശ്നത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ശരിക്കും എം സിഗ്മ ഗോകുലം ഇന്ന് ഇതിനൊരു തടയിടുകയാണ്. സപ്ലി രഹിത KTU എന്ന് ഞാൻ തമാശ പറഞ്ഞല്ല. S1-ല് S1 S3 സപ്ലിമെന്ററി ഉള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു ഒരു വിഷമം വന്ന് കാണും. ദൈവമേ, ഞാനൊരു സെക്കൻഡറി 2ാം കട ആളായി പോയോ, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പാസ്സായി, അവരൊക്കെ വലിയ ആൾക്കാരാവും. കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴേ തോന്നലായി കഴിഞ്ഞ് ഇനി SY S6-ല് വീണ്ടും ഒരു സപ്ലിമെന്ററി അടിക്കുമ്പോൾ അവൻ വീണ്ടും താഴും. അവന്റെ മനസ്സിൽ എന്താ തോന്നുന്നട്ടെ, ഞാൻ ഈ എഞ്ചിനീയറിങ്ങിനൊന്നും പറ്റുന്ന ആളല്ല, ഫുൾ പാസ് ആയിട്ടുള്ളവരാണ് മറ്റുള്ളവരെല്ലാം. ആ ഒരു വിവേചനം കാണുകയില്ല. നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തന്നെ ചിന്തിച്ചറിയാം. നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങൾ +2 ഒക്കെ പഠിക്കുമ്പോഴത്തേന് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നുണ്ട് നല്ല പഠിക്കുന്ന പയ്യനാണ്. പക്ഷെ എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, ദൈവമേ ഇപ്പൊ എന്നെ അങ്ങനെ ആരും പറയുന്നില്ലല്ലോ എന്ന്. 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ചപ്പോഴത്തേനും ഞാൻ എന്ത് പഠിപ്പിച്ചാണ്, എന്ത് ബുദ്ധിമാനായിരുന്നു, ഇപ്പൊ എന്നെ ആരും അങ്ങോട്ട് പറയുന്നില്ല, ഞാൻ ശരിക്കും മണ്ടനായിരുന്നു. അല്ല, ഈ സിസ്റ്റമാണ് നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പഠിക്കുക, നേരെ പോയി എക്സാമിനേഷൻ എഴുതുക. നിങ്ങളെ വെല്ലാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണ്. കാരണം നിങ്ങൾ പഠിക്കുന്നത് റിയൽ എഞ്ചിനീയറിംഗ്.